അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെസിഡൻസ് ആൻഡ് ടാക്സ് ലയബിലിറ്റീനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം മെയിനായിട്ടും 4 കേസസ് ആണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒന്ന് ഇന്ത്യയിൽ ഇൻകം റിസീവ് ചെയ്യുന്ന കേസ്, പിന്നെ ഒന്ന് ഇൻകം ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന കേസ്, അതായത് ഇന്ത്യയിൽ അറൈസ് ചെയ്യുന്ന കേസ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ബിസിനസ് സെറ്റപ്പ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്, പക്ഷേ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ്. നാലാമത്തെ കേസ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻകം അറൈസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ. ഈ 4 കേസസ് ആണ് മെയിനായിട്ട് വരുന്നത്. അത് ആർക്കൊക്കെ ടാക്സബിൾ ആണ്, റെസിഡൻറ്റിന് ഏതൊക്കെ ടാക്സബിൾ ആണ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റിന് ഏതൊക്കെ ടാക്സബിൾ ആണ്, നോൺ റെസിഡൻറ്റിന് ഏതൊക്കെ ടാക്സബിൾ. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് അതിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. എന്നെങ്കിൽ പോലും നമുക്ക് ആദ്യം ഒന്നുകൂടി ആ ഒരു തിയറി പറഞ്ഞിട്ട് പ്രോബ്ലത്തിലോട്ട് പോകും. അപ്പം ഒന്നാമത്തെ കേസ് ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലാണ് ഇൻകം റിസീവ് ചെയ്യുന്നതെങ്കിൽ റെസിഡൻറ്റിന് ടാക്സബിൾ ആണ്, നോട്ട് ഓർഡിനറിക്ക് ടാക്സബിൾ ആണ്, നോൺ റെസിഡൻറ്റിന് ടാക്സബിൾ ആണ്. ഇനി ഇന്ത്യയിലാണ് ഇൻകം എറൈസ് ചെയ്യുന്നതെങ്കിൽ റെസിഡൻറ്റിന് ടാക്സബിൾ ആണ്, NORന് ടാക്സബിൾ ആണ്, നോൺ റെസിഡൻറ്റിന് ടാക്സബിൾ ആണ്. അടുത്തത് ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്, പക്ഷേ ഇൻകം എറൈസ് ചെയ്യുന്ന ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്, നോൺ റെസിഡൻറ്റിന് നോട്ട് ടാക്സബിൾ ആണ്. അടുത്തത് ഇൻകം എറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻകം അക്വയർ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. അപ്പം ആദ്യത്തെ റെസിഡൻറ്റിന് മാത്രം ടാക്സബിൾ, ബാക്കി 2 പേർക്കും നോട്ട് ടാക്സബിൾ. പിന്നെ പാസ്ഡ് അൺടാക്സ്ഡ് ഇൻകം എന്നൊരു ഐറ്റം ഉണ്ടെങ്കിൽ അത് ആർക്കൊക്കെ ഉണ്ടോ അവർക്കെല്ലാം നോട്ട് ടാക്സബിൾ ആണ്. അത് ടാക്സബിൾ അല്ല, എല്ലായിടത്തും നോട്ട് ടാക്സബിൾ അല്ലെങ്കിൽ നില്ല് നീക്കി വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇവർ പറഞ്ഞേക്കുന്നത് മിസ്റ്റർ വിജയുടെ ഇൻകംസ് ആണ് താഴെ പറയുന്നത്. അപ്പം ഇയാളുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇയാൾ റെസിഡൻ്റ് ആണെങ്കിൽ അയാളുടെ ടോട്ടൽ ഇൻകം എത്രയായിരുന്നു, ഇയാൾ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ അയാളുടെ ടോട്ടൽ ഇൻകം എത്രയാണ്, അയാൾ നോൺ റെസിഡൻ്റ് ആണെങ്കിൽ അയാളുടെ ടോട്ടൽ ഇൻകം എത്രയാണ്. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി ഓരോ കേസസും ഇവർ പറയും. അപ്പം നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആദ്യം കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ഇപ്പം ആരുടെയാണ് കണ്ടുപിടിക്കുന്ന ആ വ്യക്തിയുടെ പേര് എഴുതുക. പിന്നെ നമുക്ക് 5 കോളംസ് ആണ് വരയ്ക്കേണ്ടത്. ഒന്ന് സീരിയൽ നമ്പർ, രണ്ടാമത്തെ കോളം ഇൻകം, അത് ഏത് ഐറ്റം ആണോ ആ ഐറ്റം ഇങ്ങോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഇൻകം. മൂന്നാമത്തെ റെസിഡൻറ്റ്, ഇവർ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന ഏതൊക്കെയാണോ അത് ഇങ്ങോട്ട് എഴുതുക. റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. ഈ ക്വസ്റ്റിന് റെസിഡൻറ്റും നോട്ട് ഓർഡിനറി റെസിഡൻറ്റും മാത്രമാണെങ്കിൽ ആ 2 കോളം മതി, ഈ ലാസ്റ്റ് കോളം വേണ്ട. അപ്പോൾ അങ്ങനെ കോളവും വരയ്ക്കാം. എന്നിട്ട് സീരിയൽ നമ്പർ 1 2 3 4 എന്നോ അല്ലെങ്കിൽ ABCD എന്നോ താഴോട്ട് എഴുതുക. പിന്നെ ഇൻകം എന്നുള്ളടുത്ത് ഇപ്പോൾ ഒന്നാമത്തെ ഉണ്ടോ, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കേരള റിസീവ്ഡ് ഇൻ ജപ്പാൻ. ആ പറഞ്ഞിരിക്കുന്ന ഐറ്റം ഇങ്ങോട്ട് എഴുതുക. എമൗണ്ട് ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല, ഐറ്റം ജസ്റ്റ് ഇങ്ങോട്ട് നമ്മൾ എഴുതി വെക്കുക. അപ്പോൾ ഒന്നാമത്തെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കേരള റിസീവ്ഡ് ഇൻ ജപ്പാൻ, അത് ഇങ്ങോട്ട് എഴുതി വെച്ചു. ഇനി 3 കൂട്ടരുടെ കോളം ഇവിടെ കിടപ്പുണ്ടല്ലോ, റെസിഡൻ്റ് ഉണ്ട്, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ഉണ്ട്, നോൺ റെസിഡൻ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഒന്നാമത്തെ നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കേരള റിസീവ്ഡ് ഇൻ ജപ്പാൻ. അപ്പോൾ ഇത് എവിടെ എറൈസ് ചെയ്ത ഇൻകമാണ്? ഇന്ത്യയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻകം ജപ്പാനിൽ റിസീവ് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ 4 കേസസിൻ്റെ അത് രണ്ടാമത്തെ കേസ് ഏതാ നമ്മൾ പറഞ്ഞത്? ഇൻകം എറൈസസ് ഇൻ ഇന്ത്യ. ഇത് ഇൻകം എറൈസ് ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലാണ്. റിസീവ് ചെയ്തത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇൻകം എറൈസ് ചെയ്തത് ഇന്ത്യയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കൂട്ടർക്കും ടാക്സബിൾ ആണ്. നമ്മുടെ ആ 4 മെയിനായിട്ട് 4 ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇൻകം റിസീവ് ചെയ്യുന്നത് ഇന്ത്യ, ഇൻകം എറൈസ് ചെയ്യുന്നത് ഇന്ത്യ, പ്രോഫിറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന്, പ്രോഫിറ്റ് എറൈസ് ചെയ്യുന്ന ഔട്ട്സൈഡ് ഇന്ത്യ, ഇൻകം എറൈസ് ചെയ്യുന്ന ഔട്ട്സൈഡ്. ഇത് കറക്റ്റ് അതേപോലെ ഇൻകം എറൈസസ് ഇൻ ഇന്ത്യ എന്ന് ക്വസ്റ്റിനെ പറയില്ല. നമ്മൾ ആ സെൻറ്റൻസ് വായിച്ചിട്ട് ഈ 4 എണ്ണത്തിൽ ഏതിൽ പെടും എന്ന് നമ്മൾ ആദ്യം നോക്കണം. അപ്പോൾ ഇത് നോക്കിയേ, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കേരള റിസീവ്ഡ് ഇൻ ജപ്പാൻ. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു ഇൻകമാണ്. അപ്പോൾ ഇൻകം എറൈസ് ചെയ്തത് എവിടെ നിന്നാണ്? കേരളത്തിലാണ്. അതാണ് ഇൻകം എറൈസസ് ഇൻ ഇന്ത്യ. അപ്പോൾ അത് നമ്മൾ എഴുതി, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കേരള റിസീവ്ഡ് ഇൻ ജപ്പാൻ. എന്നിട്ട് 3 കൂട്ടർക്കും ടാക്സബിൾ ആയിട്ട് 3 കൂട്ടർക്കും എഴുതി. അടുത്തത് ഇൻകം ഫ്രം ബിസിനസ് ഇൻ US റിസീവ്ഡ് ദെയർ. അപ്പോൾ US-ലുള്ള ബിസിനസ്സിന് US-ൽ എന്താണ് അതിൻ്റെ ഇൻകം കിട്ടുന്നത്? നമ്മുടെ നാലാമത്തെ കേസ് ഇൻകം റിസീവ്ഡ്, ഇൻകം എറൈസസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇൻകം എറൈസസ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ആദ്യത്തെ റെസിഡൻറ്റിന് മാത്രം ടാക്സബിൾ. ഇത് കണ്ടോ, ആദ്യത്തെ റെസിഡൻറ്റിന് മാത്രം ടാക്സബിൾ, ബാക്കി 2 കൂട്ടർക്കും നോട്ട് ടാക്സബിൾ. അതുകൊണ്ടാണ് റെസിഡൻറ്റിൻ്റെ അവിടെ എമൗണ്ട് എഴുതി ബാക്കി 2 കൂട്ടർക്കും ഒന്നെങ്കിൽ നോട്ട് ടാക്സബിൾ എന്ന് എഴുതുക അല്ലെങ്കിൽ നില്ലെന്ന് കൊടുക്കുക രണ്ടിടത്തും. അപ്പോൾ 1 കഴിഞ്ഞു 2 കഴിഞ്ഞു.
അടുത്ത ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി റിസീവ്ഡ് ഇൻ ബോംബെ. ഇത് ഞാൻ പറഞ്ഞു തരാം. ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി എന്നുള്ളത് ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് ആണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അത് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. അതായത് ഏത് കേസ് ആണെങ്കിലും ഇന്ത്യയിൽ നിന്നാണ് ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് ആണ് റിസീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് എക്സംപ്റ്റ് ആണ്, അതായത് നോട്ട് ടാക്സബിൾ ആണ്. അതായത് ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് വാങ്ങുന്നുണ്ടെങ്കിൽ ആ പൈസയ്ക്ക് എന്തടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി റിസീവ്ഡ് ഇൻ ഇതുണ്ടോ എക്സംപ്റ്റഡ് ഇൻകം എന്ന് അവിടെ എഴുതിയേക്കുന്നുണ്ടോ, അത് 3 കൂട്ടർക്കും നിൽ ചെയ്തുക. അപ്പോൾ പുതിയതായിട്ട് ഒരു ഐറ്റം കയറി വന്നതാണ് ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി. അപ്പോൾ അത് പഠിച്ചു വെച്ചോണം. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്ന റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും എന്താണ്, നോട്ട് ടാക്സബിൾ ആണ്. അടുത്ത പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ റഷ്യ, എ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് റിസീവ് ചെയ്യുന്നതാണ് എവിടെ, റഷ്യയിൽ. അപ്പം നമ്മുടെ മൂന്നാമത്തെ കേസില്ലേ, ബിസിനസ് ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്നു പക്ഷേ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. അപ്പോൾ ആദ്യത്തെ 2 കൂട്ടർക്ക്, അതായത് റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറിക്കും ടാക്സബിൾ, ബാക്കിയുള്ള നോൺ റെസിഡൻറ്റിന് നോട്ട് ടാക്സബിൾ. അടുത്ത ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം എ ലോൺ ഗിവൺ ടു എ ഫ്രണ്ട് ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിൽ തന്നെയുള്ള കേസാണ്, ഇന്ത്യയിൽ തന്നെയാണ് റിസീവ് ചെയ്തേക്കുന്നത്. അപ്പം 3 കൂട്ടർക്കും എന്താണ്, ടാക്സബിൾ. ഇതുണ്ടോ 3 കൂട്ടർക്കും ടാക്സബിൾ. ഇത്ര നമ്മൾ എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, റെസിഡൻറ്റിൻ്റെ കോളം താഴോട്ട് ടോട്ടൽ ചെയ്ത് ഇവിടെ എഴുതുക, നോൺ റെസിഡൻറ്റിൻ്റെ താഴോട്ട് ടോട്ടൽ ചെയ്ത് അയാളുടെ എഴുതുക, നോട്ട് ഓർഡിനറി ടോട്ടൽ ചെയ്ത് ഇങ്ങോട്ട് എഴുതുക, നോൺ റെസിഡൻറ്റ് ടോട്ടൽ ചെയ്ത് ഇങ്ങോട്ട് എഴുതുക. ജസ്റ്റ് ടോട്ടൽ ചെയ്ത് വെച്ച് സംഭവം നടത്തിയേക്കാം. അപ്പോൾ ഓരോ ഐറ്റംസും എഴുതുക, ടോട്ടൽ താഴോട്ടും ചെയ്തേച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത ഇല്ലസ്ട്രേഷനോട് നമുക്ക് ഇതോടൊപ്പം പറഞ്ഞു പോവാം. The following are the incomes of Mr. Raj during the previous year 2018-19. Compute his total income if she is resident, not ordinary resident, non-resident. അപ്പം ഈ വ്യക്തിയുടെ എന്താണ്, ഈ പുള്ളിക്കാരത്തി റെസിഡൻ്റ് ആണെങ്കിൽ അയാളുടെ ടോട്ടൽ ഇൻകം എത്രയായിരുന്നു, ഈ പുള്ളിക്കാരത്തി നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ അവരുടെ ടോട്ടൽ ഇൻകം എത്രയായിരിക്കും, ഈ പുള്ളിക്കാരത്തി നോൺ റെസിഡൻ്റ് ആണെങ്കിൽ അവരുടെ ടോട്ടൽ ഇൻകം എത്രയായിരിക്കും. അപ്പം നമ്മൾ ആൻസറിനുള്ള ഹെഡിങ് എഴുതി വെച്ചു. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്സസ് രാജ് എന്ന് എഴുതി വെച്ചു. സീരിയൽ നമ്പർ, ഇൻകം, റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ് 3 ക്വസ്റ്റിനെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 നമ്മൾ എഴുതി. ഇനി ഓരോ ഐറ്റംസ് നമ്മൾ എമൗണ്ട് കൂടാതെ ഇങ്ങോട്ട് എഴുതി വെക്കും. ഇൻകം അക്രൂഡഡ് ഇൻ UK ബട്ട് റിസീവ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് കേസ് എഴുതി, സെക്കൻഡ് കേസ് എഴുതി വെച്ചു, തേർഡ്, അങ്ങനെ ഫോർത്ത് എല്ലാം എഴുതി വെച്ചു. ഇനി ഓരോന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഇൻകം അക്രൂഡഡ് ഇൻ UK ബട്ട് റിസീവ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇൻകം എറൈസ് ചെയ്തേക്കുന്ന UK-യിലാണ്, പക്ഷേ അത് റിസീവ് ചെയ്തേക്കുന്നത് ഇന്ത്യയിലാണ്. നമ്മുടെ ഒന്നാമത്തെ കേസ് എന്താണ്, ഇൻകം റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിൽ. നമ്മൾ നമ്മുടെ 4 കണ്ടീഷൻ പറയുന്ന വാക്ക് സാറ്റിസ്ഫൈ ആണോ നമ്മൾ നോക്കിയാൽ മതി. ആദ്യത്തെ എന്താ, ഇൻകം റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ എല്ലാവർക്കും ടാക്സബിൾ ആണ്. ഇത് എവിടെയാണ് റിസീവ് ചെയ്തത്, ഇൻകം റിസീവ് ചെയ്തേക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ റിസീവ് ചെയ്തുകൊണ്ട് 3 കൂട്ടർക്കും എന്താണ്, ടാക്സബിൾ ആണ്. അതുകൊണ്ട് 3 കൂട്ടർക്കും എമൗണ്ട് എഴുതി. അടുത്ത ₹34,000 ഏൺഡ് ഇൻ ജപ്പാൻ ബട്ട് ലേറ്റർ ബ്രോഡ് ടു ഇന്ത്യ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ജപ്പാനിലാണ് ഈ ഇൻകം ഏൺ ചെയ്തേക്കുന്നത്, പിന്നീട് എപ്പോഴോ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. പിന്നീട് എപ്പോഴോ കൊണ്ടുവന്നതിന് പ്രാധാന്യം ഇല്ല. അപ്പോൾ ഇൻകം എറൈസ് ചെയ്തേക്കുന്നത് എവിടെയാണ്, ജപ്പാനിലാണ്. അപ്പോൾ ഇൻകം എറൈസ് ചെയ്തേക്കുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ 3 കൂട്ടർക്കും, ആദ്യത്തെ റെസിഡൻറ്റിന് മാത്രം ടാക്സബിൾ, ബാക്കി 2 കൂട്ടർക്കും എന്താണ്, നോട്ട് ടാക്സബിൾ. കണ്ടോ, ആദ്യത്തെ റെസിഡൻറ്റിന് ടാക്സബിൾ, ബാക്കി 2 പേർക്കും നോട്ട് ടാക്സബിൾ. അടുത്ത ₹75,000 ഏൺഡ് ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ ദുബായ്. നമ്മുടെ രണ്ടാമത്തെ കേസ് എന്താ, ഇൻകം എറൈസസ് ഓർ അക്വേഴ്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലാണ് ഇൻകം എറൈസ് ചെയ്യുന്നതെങ്കിൽ, ഇത് ഇന്ത്യയിലാണ് ഇൻകം എറൈസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയായിരിക്കും, 3 കൂട്ടർക്കും ടാക്സബിൾ. കണ്ടോ, 3 കൂട്ടർക്കും ടാക്സബിൾ. അടുത്ത ഇൻകം ഏൺഡ് ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ റിസീവ്ഡ് ഇൻ റഷ്യ. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ബിസിനസ്സാണ്, ഇന്ത്യയിൽ കൺട്രോൾ ചെയ്തേക്കുന്ന ബിസിനസ്സാണ്, പക്ഷേ പൈസ റിസീവ് ചെയ്യുന്നത് റഷ്യയിലാണേ ഉള്ളൂ. നമ്മുടെ മൂന്നാമത്തെ കേസ് എന്താണ്, അതായത് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 കൂട്ടർക്ക് ടാക്സബിൾ, ലാസ്റ്റത്തെ ആൾക്ക് ഇല്ല. അടുത്ത റെൻറ്റ് റിസീവ്ഡ് ഇൻ ഷാർജ ഫോർ എ ബിൽഡിംഗ് ദെയർ. അപ്പോൾ എന്താണ്, ഇൻകം റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ഇൻകം റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുന്ന ആദ്യത്തെ റെസിഡൻറ്റിന് മാത്രം ടാക്സബിൾ, ബാക്കി 2 കൂട്ടർക്കും നോട്ട് ടാക്സബിൾ. ലാസ്റ്റത്തെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ മുംബൈ
₹54,000. അപ്പം മുംബൈ എന്ന് പറയുന്നത് ഇന്ത്യയിലാണല്ലോ. അപ്പം ഇന്ത്യയിൽ റിസീവ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏൺ ചെയ്തേക്കുന്ന ഇൻകമാണ്. അതുകൊണ്ട് 3 കൂട്ടർക്കും ടാക്സബിൾ. കണ്ടോ, 54,000 3 കൂട്ടർക്കും ടാക്സബിൾ ആണ്. അപ്പോൾ ഐറ്റംസ് എല്ലാം തീർന്നു. റെസിഡൻറ്റിൻ്റെ ഇതെല്ലാം കൂടെ താഴോട്ട് ടോട്ടൽ ചെയ്യുക, ഇതെല്ലാം താഴോട്ട് ടോട്ടൽ ചെയ്ത് ഇവിടെ എഴുതുക, ഇവിടെയും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അപ്പോൾ 4 കാര്യങ്ങൾ മെയിനായിട്ട് ഓർക്കുക. അതായത് ഇൻകം നമ്മുടെ ഏതൊക്കെയാണ് 4 ഒന്ന് ഇന്ത്യയിൽ ഇൻകം റിസീവ് ചെയ്യുന്നു, ഒന്ന് ഇന്ത്യയിൽ ഇൻകം ഏൺ ചെയ്യുന്നു, ഒന്ന് ഇന്ത്യയിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യുകയോ കൺട്രോൾ ചെയ്യുകയോ ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്ന ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്, ലാസ്റ്റത്തെ ഇൻകം അറൈസസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഈ 4 കണ്ടീഷൻസും നമ്മൾ എന്താണ് ഒന്ന് തറവാക്കുക. അപ്പോൾ എന്നിട്ട് ഓരോന്നും വായിച്ച് നോക്കുക. ഇനിയിപ്പോൾ ഒന്നാമത്തെ ഇൻകം റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഏൺ ചെയ്ത ഇൻകം ആണെങ്കിലും റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 കൂട്ടർക്കും ടാക്സബിൾ ആണ്. രണ്ടാമത്തെ കേസ് എന്താണ്, ഇന്ത്യയിലാണ് ഇൻകം എറൈസ് ചെയ്യുന്നത്. അപ്പോൾ അവരിങ്ങനെ ആയിരിക്കും പറയുന്നത്, ഇന്ത്യയിൽ എറൈസ് ചെയ്തു പക്ഷെ റിസീവ് ചെയ്തത് ജപ്പാനിലാണ് അല്ലെങ്കിൽ വേറെ എവിടെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എവിടെയാണ് എറൈസ് ചെയ്തതെന്നുള്ളത് നമ്മൾ നോക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ എവിടെയാണ് എറൈസ് ചെയ്തതെന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഇന്ത്യയിലാണ് എറൈസ് ചെയ്തതെങ്കിൽ 3 കൂട്ടർക്കും ടാക്സബിൾ. അടുത്ത ബിസിനസ് സെറ്റപ്പ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്, പ്രോഫിറ്റ് കിട്ടുന്ന ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അപ്പം റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറിക്കും ടാക്സബിൾ, ബാക്കി നോൺ റെസിഡൻറ്റിനും നോട്ട് ടാക്സബിൾ. ലാസ്റ്റത്തെ ഇൻകം എറൈസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ റെസിഡൻറ്റിന് മാത്രം ടാക്സബിൾ, ബാക്കി 2 കൂട്ടർക്കും നോട്ട് ടാക്സബിൾ. പിന്നെ പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകത്തിന് 3 കൂട്ടർക്കും നോട്ട് ടാക്സബിൾ. പിന്നെ ഒരെണ്ണം ഇന്ന് ചെയ്ത പ്രോബ്ലത്തിൽ കയറി വന്ന ഡിവിഡൻഡ് ഓഫ് ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ടാക്സ് അടയ്ക്കേണ്ടാത്ത ഒരു ഐറ്റമാണ്. അപ്പോൾ അത് 3 കൂട്ടർക്കും എക്സംപ്റ്റ് ആണ്, നില്ലാണ്, അതായത് നോട്ട് ടാക്സബിൾ ആണ്. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഇതേപോലെയുള്ള പ്രോബ്ലംസ് ഇനി 1-2 ദിവസം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പം ഹോംവർക്ക് ഞാൻ തരാം.